ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒരു വല്ലാത്ത കൊതിയോടെ ഞാൻ മോഹിച്ചു. എന്ത്? യേശു ഇങ്ങനെ എവിടെയാണ് പറഞ്ഞത്? നാളെ എറണാകുളം ചാക്കുടുക്കുമോ? അങ്കമാലി നാളെ ചാരം പൂശുമോ? കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ചെയ്യാത്ത ഏക രൂപത എറണാകുളം അങ്കമാലിയാണ്. എങ്ങനെ ചെയ്യാത്തത്? സത്താതീത മാറ്റം, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന താത്വിക വിശദീകരണം അതാരാണ് നൽകിയത്? അത് ഇപ്പോൾ പറയണോ, അതോ അത് തന്നെ ദൈവശാസ്ത്രപരമായി അവതരിപ്പിക്കണോ? വികാരിയച്ചൻ ബലിപീഠത്തിൽ കയറുമ്പോൾ അയ്യോ എനിക്ക് കഷ്ടം, എനിക്ക് ദുരിതം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? കൂശാപ്പ പ്രാർത്ഥനയിൽ ഇങ്ങനെ. പിന്നെ ഈ ഇന്നത്തെ ലത്തീൻ വേദപാഠകം അനുസരിച്ചുള്ള വായനയുടെ പ്രസംഗത്തിൽ എന്താണ് രഹസ്യം എന്ന് ഞാൻ അവതരിപ്പിച്ചു. ഇന്ന് നമുക്ക് പെസഹ രഹസ്യം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2033 ഏപ്രിൽ മാസം 3-ാം തീയതി നമ്മുടെ കർത്താവ് യേശു മിശിഹാ മരിച്ചിട്ട് കൃത്യം 2000 വർഷം തികയാണ്. ഇക്കൊല്ലവും ഏപ്രിൽ 3-നാണ് ദുഃഖവെള്ളി. 2033 ഏപ്രിൽ 5-ന് നമ്മുടെ കർത്താവ് യേശു മിശിഹാ മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷമാണ്. ഇക്കൊല്ലവും ഏപ്രിൽ 5-നാണ് ഉയർപ്പ് തിരുനാൾ. അപ്പൊ 2033 എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ട് നമ്മൾ ഞായറാഴ്ചകൾ ലിറ്റർജിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം 1085 1085. ഞാനൊരു തർജ്ജമ പറയാം. സഭയുടെ ലിറ്റർജിയിൽ ക്രിസ്തു വെളിവാക്കുന്നതും സന്നിഹിതമാക്കുന്നതും മുഖ്യമായും അവന്റെ തന്നെ പെസഹ രഹസ്യമാണ്. യേശു തന്റെ ഭൗമിക ജീവിതകാലത്ത് തന്റെ പ്രബോധനത്താൽ പ്രഖ്യാപിച്ചതും പ്രവൃത്തികളാൽ മുൻകൂട്ടി കണ്ടതും തന്റെ പെസഹ രഹസ്യമാണ്. അവന്റെ സമയം വന്നപ്പോൾ ചരിത്രത്തിലെ ആ അതുല്യ സംഭവത്തിലൂടെ അവൻ കടന്നുപോയി. പക്ഷേ ആ സംഭവം ഒരിക്കലും കടന്നു പോകുന്നില്ല. ഒരിക്കൽ എന്നേക്കുമായി യേശു മരിക്കുന്നു, അടക്കം ചെയ്യപ്പെടുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നു, ദൈവപിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നു. റോമാലേഖനം 6:10, ഹെബ്രാലേഖനം 7:27. പിന്നെ ചില സൂചനകൾ യോഹന്നാൻ 13:1, 17:1. ഈ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം, ഈ ഖണ്ഡിക തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ തുടരുകയാണ് തർജ്ജമ. അവന്റെ പെസഹ രഹസ്യം നമ്മുടെ ചരിത്രത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. എന്നാൽ അത് തീർത്തും അതുല്യമാണ്, യുണീക്ക്. മറ്റെല്ലാ ചരിത്ര സംഭവങ്ങളും ഒരിക്കൽ സംഭവിക്കുന്നു, പിന്നെ അത് ഭൂതകാലത്താൽ വിഴുങ്ങപ്പെട്ട് കടന്നു പോകുന്നു. വിപരീത ദിശയിലാണ് ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം. അതിന് ഭൂതകാലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ കഴിയില്ല. കാരണം തന്റെ മരണത്താൽ മരണത്തെ നശിപ്പിച്ചവനാണ് ക്രിസ്തു. അതിനാൽ ക്രിസ്തു എന്തൊക്കെയാണോ അവൻ മനുഷ്യർക്ക് വേണ്ടി ചെയ്തതും സഹിച്ചതും എന്തൊക്കെയാണോ അത് ദൈവിക നിത്യത്വത്തിലുള്ള പങ്കാളിത്തമാണ്. അക്കാരണത്താൽ തന്നെ എല്ലാ കാലങ്ങളെയും അതിശയിക്കുന്ന അതിനെ എല്ലാവർക്കുമായി സന്നിഹിതമാക്കുകയാണ് ലിറ്റർജിയിൽ. കുരിശും ഉത്ഥാനവും എന്ന സംഭവം എന്നേക്കും നിലനിൽക്കുകയും എല്ലാത്തിനെയും ജീവനിലേക്ക് ആവാഹിച്ച് വലിച്ച് അടുപ്പിക്കുകയും ചെയ്യുന്നു. വളരെ ദൈവശാസ്ത്രപരമായ വളരെ ഗഹനമായ ഒരു ഖണ്ഡികയാണിത്. ഞാനപ്പോൾ അതുകൊണ്ട് 1085 ഞാനൊന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. In the liturgy of the church, it is principally his own paschal mystery that Christ signifies and makes present. During his earthly life, Jesus announced his paschal mystery by his teaching, anticipated by his actions. When his hour comes, he lives out the unique event of history which does not pass away. Jesus dies, is buried, rises from the dead, and is seated at the right hand of the Father once for all. Romans 6:10,
Hebrews 7:27, 9:12, John's Gospel 13:1, John's Gospel 17:1. His Paschal mystery is a real event that occurred in our history, but it is unique. All other historical events happen once and then they pass away, swallowed up in the past. The Paschal mystery of Christ, by contrast, cannot remain only in the past, because by his death he destroyed death, and all that Christ is, all that he did and suffered for all men, participates in the divine eternity, and so transcends all times while being made present in them all. The event of the cross and resurrection abides and draws everything toward life. ഞാൻ തർജ്ജമ ചെയ്തതിന് വ്യത്യസ്തമായിട്ടൊരു തർജ്ജമ, ചെറിയ വ്യത്യാസങ്ങളുള്ള തർജ്ജമ നിങ്ങൾക്ക് കത്തോലിക്ക മതബോധനം POS നിരക്കിയതിൽ കാണാം. പല തർജ്ജമകൾ നോക്കുന്നത് നല്ലതാണ്, കാരണം ഓരോ തർജ്ജമയും ഓരോ വ്യാഖ്യാനം കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഖണ്ഡിക തയ്യാറാക്കിയത് റോമ 6:10, ഹെബ്രായ ലേഖനം 7:27, 9:12, യോഹന്നാന്റെ സുവിശേഷം 13:1, 17:1 ഈ തിരുവചനങ്ങളൊക്കെ വെളിച്ചത്തിലാണ്. ഞാൻ അതിൽ ചില തിരുവചനങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം. റോമാലേഖനം 6:10, അവൻ മരിച്ചത് പാപസംബന്ധമായി അവൻ ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു. റോമ 6:10. ഹെബ്രായ ലേഖനം 7:27, അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു. യോഹന്നാൻ 13:1, പെസഹ തിരുനാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്ത് തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അങ്ങേയറ്റം വരെയും അവരെ സ്നേഹിച്ചു. യോഹന്നാൻ 17:1. ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ തന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ദൈവശാസ്ത്രപരമായി വളരെ ആഴമുള്ള ഖണ്ഡികയാണെന്ന് പറഞ്ഞല്ലോ. ക്രിസ്തീയ ആരാധനയുടെ ഹൃദയത്തുടിപ്പുകളാണ് ഈ ഖണ്ഡികയിൽ ഇങ്ങനെ തിളങ്ങുന്നത്, ആവിഷ്കരിക്കപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ മാത്രമല്ല, ക്രിസ്തീയ ആരാധനയുടെ ഹൃദയത്തുടിപ്പുകളാണ്. ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി മരിച്ചു, അത് ആവർത്തിക്കാൻ കഴിയില്ല, സത്യം. എന്നിട്ടും കത്തോലിക്കര് അത് ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിക്കുകയാണ് പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, അങ്ങനെയുള്ള അകത്തോലിക്കരൊക്കെ. അങ്ങനെ കത്തോലിക്കര് ആവർത്തിക്കാൻ പറ്റാത്തത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നതിനാൽ ലിറ്റർജിയാണ്, കത്തോലിക്ക ലിറ്റർജിയാണ് ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധന. ഇങ്ങനെയൊക്കെയാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ, പെന്തക്കോസ്തക്കാരും യഹോവസാക്ഷികളും ദൈവസഭക്കാരൊക്കെ പഠിപ്പിക്കുന്നത്. അവർക്കുള്ള മറുപടിയും ഇതിനകത്തുണ്ട്. ഒരിക്കൽ പോലും കത്തോലിക്ക സഭ ആ ചരിത്ര സംഭവത്തെ ആവർത്തിക്കുന്നില്ല, ആവർത്തിക്കാൻ പറ്റില്ല, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ എന്നേക്കുമായിട്ടാണ് സംഭവിച്ചത്. പിന്നെ എന്താണ് ലിറ്റർജിയിൽ ചെയ്യുന്നത്? അവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള മറുപടി കൂടിയാ. കാരണം എന്താണ് ലിറ്റർജിയിൽ ശരിക്കും സംഭവിക്കുന്നതെന്ന് നമ്മിൽ പലർക്കും പിടിപാടില്ല. അപ്പൊ ഇത് വളരെ നമുക്കുള്ളൊരു മറുപടി കൂടിയാണ്. ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ തുടക്കത്തിൽ നമുക്കൊന്ന് പറയാം, ചില വാക്കുകൾ. ബലി മാത്രമാണ് ആരാധന. ക്രിസ്തീയ വീക്ഷണം അനുസരിച്ച് ബലി മാത്രമാണ് ആരാധന. പഴയ നിയമത്തിൽ നമ്മൾ ഒരുപാട് ബലികൾ കാണുന്നുണ്ട്, മൃഗബലികൾ. എന്തുകൊണ്ട് ഇത്രമാത്രം മൃഗബലികൾ? ബലി മാത്രമാണ് ആരാധന. അവരത് മൃഗബലികളെ കൊടുത്തത് അത് അപര്യാപ്തം. അപ്പോഴും ബലിയായിരുന്നു അവർക്കും ആരാധന. പുതിയ നിയമത്തിൽ നമുക്കറിയാം, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായിട്ട് ബലി, തന്റെ ജീവൻ തന്നെ ബലി അർപ്പിച്ചു. ആ ബലിയാണ് ഒരേ ഒരു ആരാധന. വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യവംശത്തിന്റെ ഏക ആരാധന രീതി യേശുവിന്റെ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലിയാണ്. ക്രിസ്തു സ്വന്തം ശരീരവും സ്വന്തം രക്തവും ദൈവപിതാവിന് സമർപ്പിക്കുന്ന, ബലി കൊടുക്കുന്ന ആ കർമ്മമാണ് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ ഏക ആരാധന. മറിയത്തിന് മുമ്പിലോ വിശുദ്ധരുടെ മുമ്പിലോ കുമ്പിടുന്നത് ഒന്നും തന്നെ ആരാധനയല്ല. അതൊന്നും ബലിയല്ലല്ലോ, കുമ്പിടുന്നതല്ലോ ബലി. ദിവ്യകാരണ ആരാധന പോലും
നമ്മൾ തിരുമണിക്കൂർ പിന്നെ നിത്യാരാധന ഒക്കെ പറയല്ലോ, അതെല്ലാം വിശുദ്ധ കുർബാന എന്ന ഏക ബലിയുടെ വിപുലീകരണം മാത്രമാണ്. വിശുദ്ധ കുർബാന മാത്രമാണ് ശരിക്കുള്ള ആരാധന. അത് ബലിയാണ്. ബലി മാത്രമാണ് ദൈവത്തിന് ചേർന്ന ആരാധന. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ സജീവ ബലിയായി അർപ്പിക്കുമെന്ന് റോമാലേഖനം 12:1 പറയുന്നു. ക്രിസ്തു ബുദ്ധിയുള്ള ആരാധനയായി സ്വന്തം ശരീരം സമർപ്പിച്ചതുപോലെ അവന്റെ ഏക ബലിയോട് ചേർത്ത് നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നതാണ് ദൈവത്തിന് ചേർന്ന, മനുഷ്യർക്ക് ചേർന്ന ബുദ്ധിയുള്ള ആരാധന. റോമാലേഖനം 12:1. അപ്പൊ ബലി മാത്രമാണ് ആരാധന എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ആ ആരാധന നമ്മൾ മറിയത്തിനോ വിശുദ്ധർക്കോ ആർക്കും തന്നെ കൊടുക്കുന്നില്ല. ഇത് മനസ്സിലാക്കാത്തോണ്ടാണ് മറിയത്തിന്റെ മുമ്പിലോ വിശുദ്ധരുടെ മുമ്പിലോ കുമ്പിടുന്നതിനെ ആരാധനയായിട്ട് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും നമ്മളൊക്കെ പലരും തെറ്റിദ്ധരിക്കുന്നത്. 2, പെസഹ രഹസ്യം. രഹസ്യം എന്ന വാക്കിനർത്ഥം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ദൈവം നിഗൂഢമാക്കി വെച്ചതും ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയതും എന്നാൽ പൂർണ്ണമായും ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല, അത് നമ്മൾ സ്വർഗത്തിൽ എത്തുമ്പോഴേ വെളിപ്പെടുകയുള്ളൂ, അതിനെയാണ് രഹസ്യം എന്ന് പറയുന്നത്. പെസഹ രഹസ്യം, ആ വാക്ക് പെസഹ രഹസ്യം, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ പെസഹ രഹസ്യം എന്ന വാക്ക് കർത്താവ് എവിടെയാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾ ചർച്ച ചെയ്യും. ക്രിസ്തു സംഭവം എന്നതിന് വിളിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണോത്ഥാനവുമാണ്. ക്രിസ്തുവിന്റെ മരണോത്ഥാനവും പെസഹ രഹസ്യം. പക്ഷെ അതിനകത്ത് മനുഷ്യാവതാരം, അവന്റെ പരസ്യ ജീവിതം, സഹനം, മരണം, അടക്കം ചെയ്യല്, പിന്നെ ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിനെ അയക്കല്, ഈ സംഭവങ്ങളൊക്കെ ചേരുന്നതിനെ ഒറ്റ വാക്കാൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പെസഹ രഹസ്യം. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, ദൈവപിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ഇതിലൂടെ ഈ സംഭവത്തിലൂടെ യേശു മരണത്തെ കീഴ്പ്പെടുത്തുകയും, അതായത് മരണത്തിന്റെ താവളത്തിലേക്ക് പോയി, മരിച്ചവരുടെ താവളത്തിലേക്ക് പോയി, അതിനെ നമ്മൾ നരകത്തിലേക്ക് ഇറങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ വളരെ ഒരു 1.5 മണിക്കൂറോ അതിന് മേലെയുള്ള ഒരു വീഡിയോയിലോട് പറഞ്ഞു, യേശു നരകത്തിലേക്ക് ഇറങ്ങി, ശുദ്ധീകരണ സ്ഥലം എന്താണെന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടതാണ്. അപ്പോ മരിച്ചവരുടെ താവളത്തിൽ ചെന്ന് സാത്താനെയും മരണത്തെയും കീഴ്പ്പെടുത്തി മരണത്തിനും അഴകലിനും വിധേയമല്ലാത്ത അനശ്വര ജീവൻ ഉദ്ഘാടനം ചെയ്യുകയാണ് തിരുവുത്ഥാനത്തിലൂടെ. അപ്പൊ ഇതിനെയാണ് പെസഹ രഹസ്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെസഹ എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കാൻ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചു, കൊതിയോടെ മോഹിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ നിന്നാണ് ആ വാക്ക് വരുന്നത്. നമുക്ക് വിശദമായി ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞത്, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞത്, ചരിത്രത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാളുടെ ഓർമ്മയല്ല ലിറ്റർജി. ചരിത്രത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാളുടെ ഓർമ്മയല്ല ലിറ്റർജി. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് യേശു പറഞ്ഞത്, നമ്മൾ ഈ മരിച്ചുപോയവരുടെ ഓർമ്മ ആചരിക്കുമല്ലോ, പുലയടിയന്തരം, ആണ്ടില് അല്ലെ, ആണ്ട് കഴിക്കുക, അങ്ങനെയുള്ള ഒരു പുലയടിയന്തരം പോലത്തെ ഒരു ഓർമ്മയാചരണമല്ല കർത്താവ് ഉദ്ദേശിച്ചത്. പിന്നെയോ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയുമല്ല. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയായിരുന്നെങ്കിൽ നമ്മൾ നിലത്ത് കിടന്നാണ് ചെയ്യുക. അതിങ്ങനെ സി ആകൃതിയിലുള്ള മേശ, 3 മേശ ഉണ്ടായിരുന്നു അന്ത്യത്താഴത്തിന്. ട്രിക്ലിനിയം എന്നാണ് ലത്തീനിൽ പറയുക. ഇതേക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയായിരുന്നെങ്കിൽ നിലത്ത് കിടന്നാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. ഉത്ഥിതനുമായി സ്ത്രീകൾ കൂടിക്കാഴ്ച നടത്തിയത് രാവിലെയാണ്. മത്തായിയുടെ സുവിശേഷം 28:9-10, യോഹന്നാന്റെ സുവിശേഷം 20:9 മുതൽ 17 വരെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാന രാവിലെ ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാ. ഉച്ച കഴിഞ്ഞ് 3:30 സമവായ കുർബാന, അത് അത്ര ശരിയല്ല. സമവായം തന്നെ തെറ്റ്. പിന്നെ ഈ 3:30 കർത്താവ് മരിച്ചത് 3 മണിക്കെന്നൊക്കെ പറയാം, പക്ഷെ ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ കുർബാന. സാബത്ത് ശനിയാഴ്ച വൈകിട്ടായിരുന്നെങ്കിൽ ഞായറാഴ്ച രാവിലെയാണ് കുർബാന. കാരണം ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെയാണ് ഉത്ഥിതനുമായി സ്ത്രീകളും ഈ പറഞ്ഞ സ്ത്രീകന്മാരെല്ലാം കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണേ. ഉത്ഥിതനുമായി കൂടിക്കാഴ്ച, അറക്കപ്പെട്ടവനും എഴുന്നേറ്റ് നിൽക്കുന്നവനുമായി കുഞ്ഞാട്, ആ അറക്കപ്പെട്ടവനും എഴുന്നേറ്റ് നിൽക്കുന്നവനായി കുഞ്ഞാടുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഓർമ്മ എന്ന് പറയുന്നത് ഇല്ലേ, ഈ ലോകത്ത് ചരിത്രത്തിൽ ജീവിച്ച് മരിച്ചു പോയ ഒരാളുടെ ഓർമ്മയല്ല. അതല്ല ലിറ്റർജി. മറിച്ച് മരിക്കുകയും ഉയർക്കുകയും ഇപ്പോഴും ജീവിക്കുകയും ചെയ്യുന്ന
ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പൊ നമുക്ക് ഈ കുരിശിലെ ബലി അതിലേക്ക് നമുക്കൊന്ന് പോകാം. ആ ബലി മാത്രമാണ് ആരാധന എന്ന് പറഞ്ഞല്ലോ. ഈ ഖണ്ഡത്തിൽ എന്താ പറയുന്നത്? കുരിശിലെ ബലി അതൊരു മനുഷ്യ സംഭവമാണ്. മനുഷ്യനാണ് മരിച്ചത്, പക്ഷെ ദൈവിക പ്രവൃത്തിയാണ്. കാരണം ആ മനുഷ്യൻ ദൈവമാണ്. അപ്പോ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനോ ഒരാളാണ് കുരിശില് സ്വന്തം പ്രാണൻ ബലി കൊടുത്തത്. അതിനാൽ അത് ഒരു മനുഷ്യ സംഭവമാണ്, ദൈവിക പ്രവൃത്തിയാണ്. ക്രിസ്തുവിന്റെ ബലി ഒരേ സമയം മാനുഷിക സംഭവവും ദൈവിക പ്രവൃത്തിയുമായതിനാൽ ചരിത്രത്തെ അത് അതിശയിക്കുന്നു, ചരിത്രത്തിന് അതീതമായി പോകുന്നു. ദൈവത്തിന്റെ നിത്യതയിലുള്ള പങ്കാളിത്തമാണ് ഈ ബലി. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞതാണ്, അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് എവിടെ? സ്വർഗത്തില്. കാൽവരിയില് കർത്താവ് കൊല്ലപ്പെടുകയും പിന്നെ അടക്കം ചെയ്യപ്പെട്ട് അവിടെ ഉയർക്കുകയും ചെയ്തപ്പോൾ അതാണ് ഒരിക്കൽ സംഭവിച്ചത്. എന്നേക്കുമായി നിൽക്കുന്നത് എവിടെയാ? സ്വർഗത്തില്. അറുക്കപ്പെട്ട കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നു. വെളിപാട് പുസ്തകം 5. അപ്പോ ഇവിടെ ചരിത്രത്തിൽ യെറൂസലമിൽ കുരിശില് യേശു മരിക്കുമ്പോൾ ആ യേശു മനുഷ്യനും ദൈവവും ആയതുകൊണ്ട് അത് മനുഷ്യ സംഭവം മാത്രമല്ല, ദൈവിക പ്രവൃത്തിയാണ്. അതിനാൽ തന്നെ ദൈവത്തിന്റെ നിത്യത്വത്തിലുള്ള പങ്കാളിത്തമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളും ക്ലിയർ ആണ്. ചരിത്രത്തിന്റെ സമയരേഖയെ, കാലഗണനയെ അത് ഖണ്ഡിക്കുന്നു, അതിന് അതീതമായി പോകുന്നു. സമയത്തിനും കാലത്തിനൊക്കെ അതീതനായ ദൈവത്തിന്റെ പ്രവൃത്തിയായതുകൊണ്ട് അത് ചരിത്രത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ടത് അത് ഭൂതകാലത്താണ്, ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല, ആവർത്തിക്കാൻ കഴിയില്ല, നമ്മൾ ആവർത്തിക്കാൻ ശ്രമിക്കുന്നുമില്ല. പക്ഷേ അത് നിത്യമായി നിലനിൽക്കുകയാണ്. ക്രിസ്തുവിന്റെ ബലി നിത്യമായി നിലനിൽക്കുകയാണ്. കാരണം അത് മനുഷ്യ സംഭവം മാത്രമല്ലല്ലോ, ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ. കാലദേശങ്ങൾക്ക് അതീതമായ, സമയത്തിനും കാലത്തിനും ദേശത്തിനൊക്കെ അതീതനായ ദൈവത്തിന്റെ പ്രവൃത്തിയായതിനാൽ അത് ഭൂതകാലത്ത് ഒതുങ്ങി നിൽക്കല്ല, വർത്തമാന കാലത്തിലും അത് സന്നിഹിതമാണ്. യേശു വെറും ഒരു ചരിത്ര പുരുഷനല്ല, ദൈവപുത്രനാണ്. ദൈവപുത്രനാണ്. ചരിത്രത്തിലെ സംഭവം ചരിത്രത്തെ വെട്ടിപ്പിളർന്ന് സമയത്തിനും ചരിത്രത്തിനും അതീതമായി നിൽക്കുകയാണ്. അതിനാലാണ് ഒരിക്കൽ അത് സംഭവിച്ചതെങ്കിലും എന്നേക്കുമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഒരിക്കൽ സംഭവിച്ചതും എന്നാൽ എന്നേക്കുമായി നിലനിൽക്കുന്നതുമായ ആ നിത്യമായ ബലിയിലേക്ക്, യേശുവിന്റെ പെസഹ രഹസ്യത്തിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കുകയാണ് ലിറ്റർജി. ഒരിക്കൽ എന്നേക്കുമായി സംഭവിച്ചത് നമുക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത് ലിറ്റർജിയിലൂടെ മാത്രമാണ്. ചരിത്ര സംഭവം ആവർത്തിക്കാൻ കഴിയില്ല. പക്ഷേ യേശു ചരിത്രത്തിൽ മരിച്ചത്, ഒരിക്കൽ എന്നേക്കുമായിട്ട് മരിച്ചത്, ഒരിക്കലാണ് മരിച്ചതെങ്കിലും എന്നേക്കുമായി നിലനിൽക്കുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ്. അക്കാരണത്താൽ തന്നെ അത് ലിറ്റർജിയിലൂടെ ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞത്. ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ആ ഇത് എന്ന് പറയുന്നത് അന്ത്യത്താഴമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഉത്ഥിതനാണ് സമയ കാലദേശങ്ങൾക്ക് അതീതമായി, സമയത്തിനും സ്ഥലത്തിനൊക്കെ അതീതമായിട്ട് നിലനിൽക്കുന്നത്. കുരിശുമരണത്തിലൂടെ അവൻ കടന്നുപോയത് അതിലേക്കാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ചരിത്രത്തിലെ സംഭവത്തെ ഇന്നത്തെ ഭൂതകാല ചരിത്ര സംഭവത്തെ ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞതും. ഒരിക്കൽ മാത്രം സംഭവിച്ചവന്റെ മരണവും ഉത്ഥാനവും, അതായത് മരണത്തിന്റെ മേലുള്ള വിജയം, ഇന്ന് നമുക്ക് പ്രാപ്യമാകുന്നത് ലിറ്റർജിയിലൂടെ മാത്രമാണ്. മറിച്ചാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് മൂർത്തമാകാത്ത വെറും ഭാവന മാത്രമായി നിൽക്കും. ലിറ്റർജി ഇല്ലെങ്കിൽ, കൂതാശകളില്ലെങ്കിൽ ക്രിസ്തുവിനുള്ള വിശ്വാസം എന്നത് നമ്മുടെ വെറും ഭാവനയാകും. ഇതാണ് അവർക്ക് പറ്റുന്ന തെറ്റ്. ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവർക്ക് പറ്റുന്ന തെറ്റ്, അവർക്ക് വിശ്വാസം വെറും ഭാവനയാണ്. നമുക്ക് വിശ്വാസം മൂർത്തരൂപം പ്രാപിക്കുകയാണ്. മൂർത്തരൂപം അന്ന് കർത്താവിനെ കണ്ട് തൊട്ട് കേട്ട് മനുഷ്യാവതാരത്തിലെ ആ സംഭവം ഇന്ന് നമുക്ക് കഴിയാണ്. കർത്താവിനെ കാണാം, കർത്താവിനെ തൊടാം, കർത്താവുമായിട്ട് നമുക്ക് ഒന്നാകാം. മനുഷ്യാവതാരം നൈരന്തര്യമാക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ.
കാലദേശങ്ങൾക്ക് അതീതനായവൻ കാലദേശങ്ങൾക്കുള്ളിൽ വന്ന് മരണത്തെ കീഴ്പ്പെടുത്തി പുതിയ ജനസിൽ ജീവൻ ഉദ്ഘാടനം ചെയ്തു. ആ പുതിയ ജനസിൽ ജീവനിലേക്ക്, ഉയർപ്പിലേക്ക് ഇന്ന് സത്യവിശ്വാസികൾക്ക് പ്രവേശനം നൽകുന്നത് ലിറ്റർജിയാണ്, ലിറ്റർജിയിലൂടെ മാത്രമാണ്. അപ്പോൾ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് ലിറ്റർജി സ്ഥാപിച്ചത് ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. അവൻ ഒരിക്കൽ എന്നേക്കുമായി ചെയ്തതിലേക്ക് എന്നും ഏത് കാലങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്കും പ്രവേശനം നൽകുക. ഉത്തുവിനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പുതിയ ജനസിലുള്ള ജീവനിലേക്ക്, മരണത്തിന്റെയും അഴുകളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ആ ജീവനിലേക്ക് കടക്കാൻ കഴിയുക. അപ്പൊ പെസഹ രഹസ്യത്തിന്റെ സ്വഭാവം എന്താണ്? അത് ചരിത്രത്തിൽ, ഭൂതകാലത്തിൽ സംഭവിച്ചു. എങ്കിലും ഒരിക്കലും അത് മാഞ്ഞു പോകുന്നില്ല, വെറും ഓർമ്മയായി അവശേഷിക്കുന്നില്ല. ഭൂതകാലത്ത് ഒരു സംഭവമായി അതിനെ തളച്ചിടാൻ കഴിയില്ല. കാരണം ഈ മരിച്ചതും ഉയർത്തതും വെറും ഒരു മനുഷ്യനല്ല, ദൈവം മനുഷ്യനായി വന്നവനാണ്. സമയത്തിനും കാലത്തിനും അതീതനായവനാണ് കാലദേശങ്ങൾക്കുള്ളിൽ വന്ന് മരണത്തിലൂടെ കടന്നുപോയി മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങി മരണത്തെ കീഴ്പ്പെടുത്തി മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ കൈവശപ്പെടുത്തി. വെളിപാട് 1:18. പിന്നെ അവിടെയുണ്ടായിരുന്ന തന്നെ കാത്തിരുന്നവരെയും ഉയർപ്പിച്ച് മത്തായിയുടെ സുവിശേഷം 27:53 തോന്നുന്നു. പിന്നെ ഉത്ഥാനം ചെയ്ത്, മൂന്നാം സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്ത്, പരദീസ നിർപ്പണ ഉത്ഥാനം ചെയ്ത്, പിന്നെ 40 ദിവസം ഏഴാം സ്വർഗം എന്ന് പറയുന്ന ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തത്. ഇതാണ് ഈ പെസഹ രഹസ്യത്തിന്റെ സ്വഭാവം. ചുരുക്കത്തില് തന്റെ പുത്രനിലൂടെ ദൈവം നിവൃത്തിയാക്കിയ രക്ഷാപ്രവൃത്തിയെ, ഇതാണുള്ള രക്ഷാപ്രവൃത്തി, ഇന്ന് സന്നിഹിതമാക്കുകയും നമുക്ക് വേണ്ടി സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ലിറ്റർജി എന്ന് വിളിക്കുന്നത്. ഇതെന്റെ ഒരു നിർവചനമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. തന്റെ പുത്രനിലൂടെ നിവൃത്തിയാക്കിയ രക്ഷാപ്രവൃത്തിയെ ദൈവം ഇന്ന് സന്നിഹിതമാക്കുകയും നമുക്ക് വേണ്ടി സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ ലിറ്റർജി എന്ന് വിളിക്കുന്നു. സന്നിഹിതമാക്കുക മാത്രമല്ല, ആ രക്ഷാ സംഭവത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയാണ്. അതിനെയാണ് ദിവ്യകാരുണ്യം എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ കർത്താവുമായിട്ട് ഒന്നാകുകയാണ്. അങ്ങനെ ഒന്നാകുന്നതാണ് അനശ്വര ജീവൻ, നിത്യജീവൻ. യോഹന്നാൻ 17:1. ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയാന്ന് പറഞ്ഞാൽ ബൈബിളിൽ അറിവ് അല്ലേ? ജോസഫും മറിയത്ത് അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ലൈംഗികവുമായി ബന്ധപ്പെട്ടില്ല. സംഭോഗം. അപ്പൊ അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്. ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുന്നതാണ്, അവരുമായി ഒന്നാകുന്നതാണ് നിത്യജീവൻ. അത് കത്തോലിക്കർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഈ പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും കഴിയുന്നുണ്ടോ? കഴിയില്ല. കാരണം അവർ കർത്താവുമായിട്ട് ഒന്നാകുന്നില്ല. ഇങ്ങനെ കർത്താവുമായിട്ട് ഒന്നാകാൻ കൗതാശികമായിട്ടേ കഴിയൂ, ലിറ്റർജിക്കലായിട്ടേ കഴിയൂ. ഇത് ഇത്ര പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ട് നമ്മൾ കേൾക്കുകയാണ്, ഈ ഖണ്ഡികത്തിൽ നമ്മൾ കേൾക്കുകയാണ്, അവന്റെ ഭൗമിക ജീവിതകാലത്ത് മുഴുവൻ അവന്റെ എല്ലാ പ്രബോധനങ്ങളും അവന്റെ പരസ്യജീവിതവും എല്ലാ സംഗതികളും ഈ പെസഹ രഹസ്യത്തിലേക്ക് ഉന്നം വെച്ചിട്ടാണ്. അതേക്കുറിച്ച് അവൻ പ്രഖ്യാപിച്ചു, അവൻ മുൻകൂറായി കണ്ടു. ഇങ്ങനെയൊക്കെയാണ് ഈ ഖണ്ഡികയിൽ പറയണേ. അതൊന്ന് വിശദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക, പ്രധാനമായും രണ്ട് കാര്യങ്ങളിലൂടെ. ലൂക്കാസിന്റെ സുവിശേഷം 22:15 അവൻ അവരോട് പറഞ്ഞു, ഞാൻ പീഡ അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിക്കാൻ വല്ലാത്ത കൊതിയോടെ ആഗ്രഹിച്ചു. ഇതാണ് ഞാൻ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈശോയുടെ വാക്കുകളാ. യേശു അവരോട് പറഞ്ഞു, ഞാൻ പീഡ അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിക്കാൻ വല്ലാത്ത കൊതിയോടെ ആഗ്രഹിച്ചു. ചിലപ്പോൾ നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചു എന്ന് തർജ്ജമ ചെയ്യാറുണ്ട്. ഇതൊരു സെമിറ്റിസമാണ്. അതുകൊണ്ട് ഞാൻ വല്ലാത്ത കൊതിയോടെ ആഗ്രഹിച്ചു എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. സെമിറ്റിസം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2:17 ഒരു സെമിറ്റിസം കാണും. പലയിടത്തും ഉണ്ട് ബൈബിളിൽ. ഈ തീർച്ചയായിട്ടും മരിക്കുമെന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ, ഉൽപ്പത്തി 2:17. പക്ഷെ അവിടെ ഒറിജിനൽ മൂലകൃതിയിൽ കിടക്കുന്നത് നീ മരിച്ചുകൊണ്ട് ചാവുമെന്നാണ്. തീർച്ചയായിട്ടും ചത്തുപോകുമെന്നല്ല, നീ മരിച്ചുകൊണ്ട് ചാവും. അതായത് മരണമെന്ന നാമവും മരിക്കുമെന്ന ക്രിയയും ഒരുമിച്ച് വെക്കുകയാണ്. ഇതാണ് സെമിറ്റിസം. ഇവിടെ അങ്ങനെ തന്നെയാണ്. വല്ലാത്ത കൊതിയോടെ ആഗ്രഹിച്ചു, തീവ്രമായി ആഗ്രഹിച്ചു എന്നാണ് നല്ല പരിഭാഷ. പക്ഷെ സെമിറ്റിസം ആണെങ്കിൽ വല്ലാത്ത മോഹത്തോടെ കൊതിച്ചുപോയി ഞാൻ. അതായത് ലൂക്ക 22:15 ഞാൻ പറയണേ. അപ്പൊ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ പീഡ അനുഭവിക്കും മുമ്പേ പെസഹ
ഈ രണ്ട് വാക്കുകളും നമ്മൾ പഠിക്കണം. കാരണം നിങ്ങൾ ചിലപ്പോൾ പറയും, ഈ പെന്തക്കോസ്തുകാരും ദൈവസഭക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും ഒക്കെ പറയാം, പെസഹ രഹസ്യം എന്ന് എവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? മനുഷ്യാവതാരം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? കത്തോലിക്ക സഭ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിലം ചോദിക്കും. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഉത്തരം കൂടിയാണ്. എന്തുകൊണ്ട് നമ്മൾ പെസഹ രഹസ്യം എന്ന് പറയുന്നു? ക്രിസ്തു സംഭവത്തിന് പെസഹ രഹസ്യം എന്ന് പറയുന്നു. അതിന് ഉത്തരം കർത്താവ് നൽകുകയാണ്. പീഡ അനുഭവിക്കും മുമ്പേ പെസഹ. മലയാളത്തിൽ ഇത് നമുക്ക് അത്രയേണ്ട മനസ്സിലാകില്ല, പക്ഷെ ഇതിന്റെ ഗ്രീക്ക് വളരെ ശ്രേഷ്ഠമാണ്. പീഡ അനുഭവിക്കുക, അതിനുള്ള വാക്ക്, പീഡ അനുഭവിക്കുക എന്നുള്ള വാക്ക് പാസ്ഹോ എന്നാണ്. പാസ്ഹോ, PASCHO, പാസ്ഹോ. അതിന് പീഡാനുഭവം, മരണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ലൂക്കാസിന് സൂചിച്ചിട്ടും 24, 26, 46, നടപടി പുസ്തകം സ്ലീഹന്മാർ നടപടി 3:18, 17:3, 26, 23 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പാസ്ഹോ എന്ന് പറഞ്ഞാൽ പീഡ അനുഭവിക്കുക. പീഡ അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നമുക്ക് ഈ പീഡ അനുഭവിക്കുന്ന വാക്ക് സ്ലീഹന്മാർ നടപടി 1:3 ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പീഡ അനുഭവിക്കും മുൻപേ എന്നല്ല, പീഡാനുഭവത്തിന് ശേഷം എന്നാണ്. പീഡാനുഭവത്തിന് ശേഷം. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാസ്ഹോ എന്നാണ്. പാസ്ഹോ, പാഥൈൻ എന്നുള്ള ഗ്രീക്ക്, അതായത് ക്രിയാരൂപം, പാസ്ഹോ എന്ന വാക്കിന്റെ ക്രിയാരൂപമാണ്. ഈ സഹിക്കുക, അനുഭവിക്കുക, ക്ലേശിക്കുക, പീഡാനുഭവിക്കുക എന്നെല്ലാം എന്നതിനർത്ഥം പാസ്ഹോ. യേശുവിന്റെ പീഡാനുഭവം, മരണം എന്നീ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ യേശു ഉപയോഗിക്കുന്ന വാക്കാണ് പാസ്ഹോ. അതേസമയം പാസ്ഹോ എന്ന വാക്കിനെ ഹീബ്രുവിലെ പെസഹ എന്ന വാക്കുമായി കൂട്ടിയിണക്കുന്നു. പീഡ അനുഭവിക്കും മുൻപേ പാസ്ഹോ. ഈ പാസ്ഹ നിങ്ങൾ കേൾക്കണേ, കൃത്യമായിട്ട് കേൾക്കണേ. പാസ്ഹോ പീഡ അനുഭവിക്കുക. ഈ പെസഹ കടന്നുപോക്ക്, പെസാഹ് എന്നാണ് ഹീബ്രു. പെസഹ നമ്മൾ മലയാളത്തിലും സുറിയാനിലൊക്കെ പറയുന്നു. അപ്പോൾ പാസ്ഹോ എന്ന് പറഞ്ഞാൽ പീഡാനുഭവം, പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക്. അപ്പൊ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. യേശുവിന്റെ പെസഹ എന്ന് പറയുന്നത് പീഡാനുഭവത്തിലുള്ള അവന്റെ കടന്നുപോക്കാണ്. മനസ്സിലായോ? യേശുവിന്റെ പെസഹ എന്ന് പറയുന്നത്, അതായത് ഇഹലോകത്ത് നിന്ന് അവൻ അങ്ങേ ലോകത്തേക്ക് പോകുന്നത്, പിതാവിന്റെ ലോകത്തേക്ക് പോകുന്നത് പീഡാനുഭവം എന്ന പാസ്ഹോയിലൂടെയാണ്. തീർന്നില്ല. ഈ പെസഹ എന്നുള്ളതിന്റെ ഗ്രീക്ക് പാസ്ഹ എന്നാണ്. പാസ്ഹോ പീഡാനുഭവം, പാസ്ഹ പെസഹ. അപ്പൊ ഇത് ഞാൻ ആവർത്തിക്കുന്ന കാരണം തെറ്റ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. പാസ്ഹോ എന്ന് പറഞ്ഞാൽ പാസ്ഹോ പീഡാനുഭവം, പാസ്ഹ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ ഹീബ്രുവിലെ പെസഹ. അപ്പോൾ യേശുവിന്റെ പാസ്ഹ, അതായത് പെസഹ, അതായത് ഇഹലോകത്തു നിന്നും അങ്ങേ ലോകത്തേക്കുള്ള അവന്റെ കടന്നുപോക്ക് പാസ്ഹോയിലൂടെയാണ്. പാസ്ഹോ എന്ന് പറഞ്ഞാൽ പീഡാനുഭവത്തിലൂടെയാണ്. വേറൊരു സൂചന കൂടിയുണ്ട്. പാസ്ഹ എന്ന വാക്കിന് ഹീബ്രുവില് കുഞ്ഞാട് എന്ന അർത്ഥമുണ്ട്. കുഞ്ഞാട്. അപ്പോ നോക്കുക, യേശു നല്ല ഇടയനായ, സാക്ഷാൽ ഇടയനായ യേശു കുഞ്ഞാടായി വന്ന്, ദൈവത്തിന്റെ കുഞ്ഞാടായി വന്ന് ലോകത്തിന്റെ പാപങ്ങൾ എടുത്തു മാറ്റിയിട്ട് അവൻ പിതാവിന്റെ ലോകത്തേക്ക്, പിതാവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നത് കുഞ്ഞാടായിട്ടാണ്. അറക്കപ്പെട്ട് കൊല്ലപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാടായി ഇടയൻ കുഞ്ഞാടായി പിതാവിന്റെ ലോകത്തിലേക്ക് കടന്നു പോകുന്നത് പെസഹ. പാസ്കയായി, കുഞ്ഞാടായി പെസഹ കടന്നു പോകുന്നത് അവന്റെ പീഡാനുഭവം എന്ന് പറയുന്ന പാസ്കോയിലൂടെയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് ആവർത്തിക്കുന്നതിൽ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. തെറ്റ് വരാതിരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാ. ഇച്ചിരി ദൈവശാസ്ത്രമാണ്, പക്ഷെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ വളരെ ഗംഭീരമാണിത്. പാസ്ഹ എന്ന വാക്കിന് അത് ഗ്രീക്കാണ്, അതിന്റെ ഹീബ്രു പെസഹ എന്നാണ്. പെസഹ എന്നാണ് ഹീബ്രു, നമ്മൾ പെസഹ എന്ന് പറയുന്നു. അതിന് പാസ്ഹ എന്ന വാക്കിന് കുഞ്ഞാടെന്ന് അർത്ഥമുണ്ട്, കടന്നുപോക്കുന്ന അർത്ഥമുണ്ട്. പാസ്ഹോ എന്ന വാക്കിന് പീഡാനുഭവം, മരണം എന്നാണ് അർത്ഥം. അപ്പോ പാസ്ഹയായ യേശു, അതായത് കുഞ്ഞാടായ യേശു പെസഹായിലൂടെ, കടന്നുപോക്കിലൂടെ പിതാവിന്റെ ലോകത്തിലേക്ക് കടന്നു പോകുന്നത്, പെസഹായിലൂടെ കടന്നു പോകുന്നത് പാസ്ഹോ വഴിയാണ്, അതായത് പീഡാനുഭവം, മരണം വഴിയാണ്. ഈ സ്വർഗത്തിലേക്കുള്ള കടന്നുപോകലിന്റെ
സഞ്ചാരമാർഗം എന്താണ്? ട്രാൻസിറ്റ്, കുരിശ്. ട്രാൻസിറ്റ് കുരിശാണ്. അതിനാൽ വിശുദ്ധ ജെറോം ബുൾഗാത്ത ബൈബിളില് പുറപ്പാട് 12, 11, 12, 27 ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിത്തുസ് എന്നാണ്. ട്രാൻസിത്തുസ്. അപ്പോ നമ്മളൊരു എയർപോർട്ടിൽ പോയാൽ അല്ലെങ്കിൽ നല്ല തീവണ്ടി സ്റ്റേഷനൊക്കെ പോയാൽ എൻട്രൻസ് പ്രവേശിക്കുക, എക്സിറ്റ് പുറത്തേക്ക് പോകുക, ട്രാൻസിറ്റ് മറ്റൊരു റൂട്ട് എടുക്കുക. അപ്പോ യേശു ഇഹലോകത്തേക്ക് എൻട്രി ചെയ്തു, മനുഷ്യാവതാരം. പിന്നെ പിതാവിന്റെ അടുക്കലേക്ക് അവൻ എക്സിറ്റ് ആകുന്നത് ട്രാൻസിറ്റ് വഴിയാ. ആ ട്രാൻസിറ്റ് ഏതാണ്? കുരിശ് എന്ന ട്രാൻസിറ്റ് വഴിയാണ് കുഞ്ഞാടായ ഈശോ ഇഹലോകത്തു നിന്നും അങ്ങേ ലോകത്തേക്ക് എക്സിറ്റ് ആകുന്നത്. ഇടയനായി സ്വർഗത്തിൽ നിന്നും വന്ന യേശു, ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ച യേശു, എൻട്രി ചെയ്ത യേശു കുഞ്ഞാടായി കടന്നു പോകുന്നത്, പെസഹ കുഞ്ഞാടായി പെസഹായിലൂടെ കടന്നു പോകുന്നത്, പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കുരിശ് എന്ന ട്രാൻസിറ്റ് വഴിയാണ്, സഞ്ചാരമാർഗത്തിലൂടെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിയേ. പാസ്ഹ, പെസഹ. പാസ്ഹോ പീഡാനുഭവം, പാസ്ഹ കുഞ്ഞാട്, പെസഹ കടന്നുപോക്ക്. അതെല്ലാം സംഭവിക്കുന്നത് കുരിശ് എന്ന സഞ്ചാരമാർഗം, ട്രാൻസിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പീഡ അനുഭവിക്കും മുൻപ് ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിക്കാൻ ഞാൻ വല്ലാത്ത മോഹത്തോടെ കൊതിച്ചു പോയി, വല്ലാത്ത കൊതിയോടെ മോഹിച്ചു, കൊതി കൊണ്ട് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ തർജ്ജമ ചെയ്യാം. വിത്ത് ഡിസയർ ഐ ഹാവ് ഡിസയേർഡ്. മോഹത്തോടെ ഞാൻ കൊതിച്ചു. വിത്ത് ഗ്രേറ്റ് പാഷൻ ഐ ഹാവ് ഡിസയേർഡ് എന്നെല്ലാം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ അങ്ങേയറ്റം തീവ്രമായ മോഹമുണ്ടായി എന്ന അർത്ഥത്തിലാണ്. എന്തുകൊണ്ട് ഇത്ര തീവ്രമായ മോഹം യേശുവിന്? തന്റെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണ് അവൻ ചെലവഴിച്ചത്. നമ്മുടെ കർത്താവിന്റെ പരസ്യ ജീവിതം നോക്കിയേ, തുടക്കം തൊട്ട് അവസാനം വരെ നോക്കുക. ഈ ആദ്യത്തെ പ്രലോഭനം തന്നെ കല്ലുകൾ അപ്പമാക്കുക. അപ്പവുമായിട്ട് ബന്ധപ്പെട്ട പിശാചന്റെ പ്രലോഭനത്തിൽ കെണിയുള്ളതുകൊണ്ടാണ് അവൻ കല്ലുകൾ അപ്പമാക്കാതിരുന്നത്. അതായത് അപ്പം കൊടുക്കുക, അപ്പം മാത്രം കൊടുക്കുക, ദൈവമില്ലാത്ത അപ്പം, ഭൗതികമായ അപ്പം മാത്രം കൊടുക്കുക, കമ്മ്യൂണിസ്റ്റുകാർ കൊടുക്കുന്ന പോലെ. അത് കെണിയാണ്. കാരണം ഭൗതികമായ അപ്പം മാത്രം കൊടുത്താൽ, ഭൗതികമായ സൗകര്യങ്ങൾ മാത്രം കൊടുത്താൽ അത് നമ്മുടെ വയറ്റില്, നമ്മുടെ ജീവിതത്തില് വിഷമായി മാറുകയും നമ്മൾ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് ആ കെണിയിൽ പെട്ടില്ല. പക്ഷേ കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ആവശ്യമായ ആഹാരം, അതായത് നാളത്തെ ആഹാരത്തിന് വേണ്ടി, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നില് വിളമ്പുന്ന, സ്വർഗത്തിൽ വിളമ്പുന്ന ആ ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മിനിഞ്ഞാത്ത ക്ലാസ്സിൽ പറഞ്ഞതാ. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രമല്ല, നാളത്തെ അപ്പത്തിന് വേണ്ടി, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. എന്നിട്ട് നാളത്തെ അപ്പം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് നാളത്തെ അപ്പം ഇന്ന് നൽകുന്നതാണ് വിശുദ്ധ കുർബാന. ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം നൽകണമെന്നാണ് സീറോ മലബാർ സഭയിൽ കുർബാനയിൽ ചൊല്ലുന്നത്. കൊന്തയിൽ ചൊല്ലുന്നത് അന്നന്ന് വേണ്ട ആഹാരം നൽകാനാ, കുർബാനയിൽ ആവശ്യമായ ആഹാരം നൽകാനാ. രണ്ടും എപ്പിയൂസിയൻ എന്ന ഗ്രീക്ക് വാക്കിന്റെ തർജ്ജമയാണ്. രണ്ട് തരത്തിൽ തർജ്ജമ ചെയ്യാം. അപ്പോൾ ആവശ്യമായ ആഹാരത്തിന് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച കർത്താവ് നാളത്തെ അപ്പം, ആവശ്യമായ അപ്പം, അതായത് കുഞ്ഞാടിന് കല്യാണ വിരുന്നിൽ വിളമ്പുന്ന അപ്പം ഇന്ന് നൽകുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ചു, യഹൂദ സമുദായത്തിന് വേണ്ടിയും വിജാതി സമുദായത്തിന് വേണ്ടിയും. ഇതുകൊണ്ടാണ് നമുക്ക് വിവിധ കുർബാന സമൂഹങ്ങൾ അല്ലെങ്കിൽ റീത്തുകൾ, ലിറ്റർജിക്കൽ ഫാമിലീസ് ഉള്ളത്. സഭ ഒന്നേ ഉള്ളൂ, പക്ഷെ പല ലിറ്റർജിക്കൽ ഫാമിലി ഉണ്ട്. കർത്താവ് അങ്ങനെ സ്ഥാപിച്ചത്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണുക എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. എന്നിട്ട് നോട്ട് എടുക്കുക. പലരും നോട്ട് എടുക്കുന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞു, നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് പലപ്പോഴും ഭക്ഷണത്തിനിരിക്കുന്നു. ഒരു ഫരിസായന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു. പാപികളോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ ലൂക്കാസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഫരിസായർ പറഞ്ഞു, ഇവൻ പാപികളെ സ്നേഹിതനാണ്, പാപികളുടെ ഭക്ഷണം കഴിക്കുന്നു. കർത്താവ് അത് ന്യായീകരിച്ചിട്ട് 3 ഉപമകൾ പറഞ്ഞു. പിന്നെ വേറെ എത്രയോ സദ്യകളുണ്ട് അവിടെ. പിന്നെ ഒരുപാട് കല്യാണത്തെക്കുറിച്ചുള്ള ഒരുപാട് ഉപമകൾ, ദൈവരായത്തിൽ ഉപമകൾ പലതും പറഞ്ഞു. അങ്ങനെ ഈ കുർബാന എന്ന ആ വിരുന്ന്, പാപികളോടൊത്തുള്ള പന്തിഭോജനം, അതെല്ലാം കുർബാനയുടെ ഒരു ഇത് നൽകുകയാണ്. എന്നിട്ട് പാപികളോടൊപ്പമാണ് അവൻ അന്ത്യത്താഴത്തിന് ഇന്നും പാപികളോടൊപ്പമാണ് അവൻ ഭക്ഷിക്കുന്നത്. നമുക്ക് ആർക്കാണ് എത്രയൊക്കെ കുമ്പസാരിച്ചാലും, എത്ര നന്നായിട്ട് കുമ്പസാരിച്ചാലും നമുക്ക് ആർക്കാണ് ദൈവമായിട്ട് ഒന്നാകാനുള്ള യോഗ്യതയുള്ളത്? നമ്മളപ്പോഴും പാപികളല്ലേ? പാപികളാണ്.
മാരകപാപം ഇല്ലാതെ ഇരിക്കാൻ നമ്മൾ കുമ്പസാരിക്കുന്നു, പക്ഷെ എന്നാലും ഒരു പാപാവസ്ഥ നമുക്കില്ലേ? അപ്പൊ പാപികളോടൊപ്പമാണ് കർത്താവ് ഭക്ഷണത്തിന് ഇരിക്കണേ അന്നും ഇന്നും. പാപികളുമായിട്ടാണോ ഒന്നാകുന്നേ? അന്നും ഇന്നും. ആ പാപികളെ ദൈവികമാക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം തന്നെ. ചുരുക്കത്തില് ഈ യേശുവിന്റെ ജീവിതം മുഴുവൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കുർബാന സ്ഥാപിച്ച് മനുഷ്യരുമായിട്ട് പാപികളായ മനുഷ്യർ ഒന്നാകാൻ വേണ്ടിയാ. ഇതാണ് ഈ വല്ലാത്ത കൊതിയോടെ ഞാൻ മോഹിച്ചു എന്ന് പറയണേ. വല്ലാത്ത കൊതിയോടെ ഞാൻ മോഹിച്ചു. അപ്പൊ നമുക്ക് എന്താണ് ഈ വിശുദ്ധ കുർബാന നടക്കുന്നതെന്ന് ചോദിക്കാം. എന്താണ് വിശുദ്ധ കുർബാന നടക്കുന്നത്? തോമസ് അക്വിനാസ് പറഞ്ഞത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്നാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും ഈ വാക്ക്. ഇതൊരു താത്വികമായ ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു വിശദീകരണമാണ്. ഞാൻ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഞാൻ അച്ഛന്മാർക്കും അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഈ സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ട്രാൻസ്ലേറ്റർ പറയുന്നത് ഇത്രയും, അതായത് എന്താണ് സബ്സ്റ്റൻസ്, എന്താണ് ആക്സിഡൻസ്, ആഗന്തുകം എന്നൊക്കെയാണ് മലയാളം, എന്താണ് സത്ത, ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് മാണിപ്രഭുച്ചൻ പറഞ്ഞപ്പോഴാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന്മാരോട് പറയും, നിങ്ങൾ ഫിലോസഫി പഠിച്ചപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ മാണിപ്രഭുച്ചനെ കേൾക്കുമെന്ന് പറയും. ഞാൻ വളരെ ഉദാഹരണമൊക്കെ സഹിതം ഞാൻ അവതരിപ്പിക്കാറുണ്ട്. മാണിപ്പറമ്പച്ചന്റെ 42 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം എന്ന് പറഞ്ഞ DVD-ക്കകത്തൊക്കെ ഞാൻ ഇതിങ്ങനെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയാതെ തന്നെ എന്താണ് അതുകൊണ്ട് തോമസ് അക്വിനാസ് ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയാം. ആ വാക്ക് ഓറിയന്റൽ സഭകൾ സാധാരണ ഉപയോഗിക്കാറില്ല, കാരണം അത് തത്വശാസ്ത്രമാണ്. തത്വശാസ്ത്രം ആവശ്യമില്ല നമുക്ക് ഈ കുർബാന എന്ന രഹസ്യം അറിയാൻ. തത്വശാസ്ത്രം കൂടി വ്യാഖ്യാനിക്കാൻ പറ്റിയാൽ നല്ല കാര്യം, അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ തത്വശാസ്ത്രം പഠിക്കാത്തവർക്ക് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എളുപ്പമല്ല. കാരണം എന്താണ് സബ്സ്റ്റൻസ്, എന്താണ് ആക്സിഡൻസ്, സത്ത എന്താണ്, ആഗന്തുകം എന്താണ്, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്താണ്, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് ഫിലോസഫി അറിയണം. ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ ലളിതമായിട്ട് വിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിക്കണം ഞാൻ പറയാം. വളരെ സിമ്പിളായിട്ട് 3 കാര്യങ്ങൾ ഓർത്താൽ ഉത്തരം കിട്ടും. തിരുവുത്ഥാനം ചെയ്തവൻ, മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടവൻ. രക്ഷയുടെ ആദ്യ ഗഡുവായിട്ട് നൽകിയത് എന്താണ്? പരിശുദ്ധാത്മാവിനെയാണ്. FSA ലേഖനത്തിൽ 1:13-14, 2 കൊറിന്തോസ് 1:22. രക്ഷയുടെ ആദ്യ ഗഡു. ഇപ്പൊ ഞാനൊരു 1000 രൂപ നിങ്ങൾക്ക് തരാനുണ്ടെന്ന് വിചാരിക്കാം. ഗ്യാരണ്ടി ആയിട്ട് ആദ്യ ഗഡുവിട്ട് 100 രൂപ തരുന്നു, ബാക്കി 900 രൂപ പിന്നീട് തരാമെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും രക്ഷ സ്വർഗത്തിൽ നൽകുമെന്നതിന്റെ ഗ്യാരണ്ടി ആയിട്ട്, ജാമ്യത്തുകയായിട്ട്, ആദ്യ ഗഡുവായിട്ട് പരിശുദ്ധാത്മൻ നൽകിയിരിക്കുന്നു ഉത്ഥാനം ചെയ്തവൻ. ഇതാണ് പൗലോസ്ലീഹ പറയണേ. ആ ഉത്തിതനായ യേശു എന്ന ആളിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ആകുന്ന ആദ്യ ഗഡുവിനെ വിശ്വാസികൾക്ക് നൽകാൻ യേശു തെരഞ്ഞെടുക്കുന്ന ആളുകളെയാണ് വൈദികർ എന്ന് പറയണേ. യേശു എന്ന ആളിൽ നിന്നുകൊണ്ട് രക്ഷയുടെ ആദ്യ ഗഡുവായ പരിശുദ്ധാത്മാവിനെ സത്യവിശ്വാസികൾക്ക് നൽകാനായിട്ട് യേശു തന്നെ തെരഞ്ഞെടുത്ത് അവന്റെ സ്ഥാനത്ത് നിർത്തുന്നവരെയാണ് വൈദികർ എന്ന് വിളിക്കണേ. അപ്പോൾ ഇൻ പെർസോണ ക്രിസ്റ്റി, ഇതുകൊണ്ടാണ് ലയോൺ മാർപ്പാപ്പ പറഞ്ഞത് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം വൈദികൻ. കാരണം ക്രിസ്തു എന്ന ആളിൽ നിൽക്കുകയാണ്. അങ്ങനെ ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് യേശുവിന്റെ തിരുവചനം, ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് എന്റെ രക്തം ആകുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, നിന്റെ ഭർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ ശക്തിയാൽ ഈ തിരുവചനം ഉച്ചരിക്കപ്പെടുമ്പോൾ ക്രിസ്തുവനാളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവന്റെ തിരുവചനം, പരിശുദ്ധാത്മാവേ നിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പരിശുദ്ധാത്മ ശക്തിയിൽ ഉച്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ വചനത്തിന് ജീവൻ കൊടുക്കുകയാണ്, വചനത്തിന് ജീവൻ വെക്കുകയാണ്. അപ്പോൾ ഇത് എന്റെ ശരീരമാകുന്നു എന്ന വചനം സാക്ഷാത്കരിക്കപ്പെടുന്നു, യാഥാർത്ഥ്യമാകുന്നു. അത് അവന്റെ ശരീരമായി മാറുന്നു. ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അവന്റെ രക്തമായി മാറുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ തിരുവചനത്തിന് ജീവൻ വെക്കുന്നു. ഇതുകൊണ്ടാണ് അനാഫ്ര മുഴുവനാണ് കൂദാശ വചനമെന്ന് പഠിപ്പിക്കുന്നത്. ഈ സ്ഥാപനവാക്യങ്ങൾ മാത്രമല്ല കൂദാശ വചനം. കാരണം പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെയാണ് അത് പൂർത്തിയാകുന്നത്. ലത്തീൻ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് പ്രാർത്ഥിക്കുന്നത് കൂദാശ വചനം ഉച്ചരിക്കുന്നതിന് മുൻപാണ്, സ്ഥാപനവാക്യം ഉച്ചരിക്കുന്നതിന് മുൻപാണ്. സീറോ മലബാർ സഭയിൽ അനാഫ്രയുടെ ഒരു വലിയ ഘട്ടം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം. അത് ആ രക്ഷാചരിത്രത്തിൽ സംഭവിച്ച അതേ ക്രമത്തിൽ പോകുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ അയച്ചത് ഉത്ഥാനത്തിന് ശേഷമാണല്ലോ. അപ്പൊ ആ ക്രമത്തിലൂടെ പോകുന്നത് കൊണ്ടാണ്. രണ്ടിൻ്റെതായ ദൈവശാസ്ത്രമുണ്ട്. അപ്പോൾ പുതുജീവൻ നാമ്പെടുക്കുകയാണ്. കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. 12-ാമത്തെ അധ്യായം, യോഹന്നാൻ 12-ാമത്തെ അധ്യായത്തില് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ്
ഇല്ലേ? അത് മരിച്ച് ഉത്ഥാനം ചെയ്യുമ്പോഴാണ്, ഉയർക്കുമ്പോഴാണ് പുതുനാമ്പുണ്ടാകുന്നു. ഏതാണ് ആ ഗോതമ്പ് മണി? യേശു തന്നെ രഹസ്യം പറയണേ. യേശു വാങ്ങുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ്, അതായത് മരിച്ച് പുതിയ ജീവൻ വരുന്നു. അതാണ് കുർബാന. ആ അപ്പം, ഗോതമ്പപ്പം യേശു തന്നെയാണ്. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അടിഞ്ഞ് പുതുജീവൻ, പുതുനാമ്പ് എടുക്കുന്നത് യേശു തന്നെയാണ്. അപ്പൊ യേശുവിന്റെ തന്നെ വചനം പൂർത്തിയാക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിൽ. ഇത് പറയുമ്പോൾ വീണ്ടും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരെ പറയും, കർത്താവ് അവിടെ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നില്ലേ, അപ്പൊ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു പറഞ്ഞത് പ്രതീകാത്മകമായിട്ടല്ലേ, ആലങ്കാരികമായിട്ടല്ലേ, ശരിക്കും അർത്ഥത്തിലല്ലല്ലോ. അപ്പോഴും അവരുടെ പ്രശ്നം യേശു മനുഷ്യനാണെന്ന് മാത്രം വിചാരിക്കുന്നു. അവൻ ദൈവം മനുഷ്യനായ ആളാണെന്നോ ദൈവപുത്രനാണെന്നോ പുത്രൻ തമ്പുരാനാണെന്നോ അവർ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നെങ്കിൽ ഇങ്ങനെ പറയില്ല. കാരണം എന്താണ്? അവിടെ അന്ത്യത്താഴത്തിൽ ഇരിക്കുന്നവൻ ദൈവം മനുഷ്യനായ ആളാണ്. അന്ന് രാത്രി അവൻ അറസ്റ്റ് ചെയ്യപ്പെടും, പിറ്റേ ദിവസം മരിക്കും, അടക്കം ചെയ്യപ്പെടും, എന്നിട്ട് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും. ഉത്ഥാനം ചെയ്യുമ്പോൾ പുതിയ ജനസിലുള്ള ഒരു ശരീരത്തിലേക്ക്, ശരീരത്തിലേക്കും ജീവനിലേക്കും പ്രവേശിക്കും. ആ ശരീരവും ആ ജീവനുമാണ് അവൻ ദൈവമായതുകൊണ്ട് മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് പച്ചമാംസം കഴിക്കാനല്ല പറഞ്ഞത്. പക്ഷേ യഥാർത്ഥ ശരീരമാണ്, യഥാർത്ഥതാണ്, ആലങ്കാരികമല്ല. കാരണം എന്താണ്? ആലങ്കാരികമായിട്ട് മാംസം ഭക്ഷിക്കാന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നാണ് അർത്ഥം. സങ്കീർത്തനം 27:2 എന്റെ മാംസം ഭക്ഷിക്കാൻ വരുന്ന ശത്രുക്കൾ മറിഞ്ഞു വീഴും. എന്റെ മാംസം ഭക്ഷിക്കാൻ വരുന്നവർ പറഞ്ഞാൽ എന്നെ പരിഹസിക്കാൻ വരുന്നവർ എന്നാണ് അർത്ഥം. മരിക്കാതെ ശേഷിക്കുന്നവർ പരസ്പരം കടിച്ചു കീറി മാംസം ഭക്ഷിക്കട്ടെ എന്ന് സക്കറിയയുടെ പ്രവചനം 11:9. അപ്പൊ പ്രതീകാത്മക അർത്ഥത്തിൽ മാംസം ഭക്ഷിക്കാന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, മാംസം കൊത്തിപ്പറിക്കാന്ന് പറയില്ലേ, നീ എന്നെ മാംസം കൊത്തിപ്പറിക്കില്ലെന്ന് പറയില്ലേ, അങ്ങനെ അർത്ഥം. ആലങ്കാരികമായിട്ടോ പ്രതീകാത്മക അർത്ഥത്തില്. യേശു പറഞ്ഞത് യഥാർത്ഥ അർത്ഥത്തിലാണ്. പക്ഷെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാലും രൂപാന്തരപ്പെട്ട ശരീരമാണ്. തിരുവുത്ഥാനത്തിലൂടെ രൂപാന്തരപ്പെട്ട ജീവൻ, രൂപാന്തരപ്പെട്ട ശരീരം, രൂപാന്തരപ്പെട്ട പുതിയ ജനുസിലുള്ള ജീവൻ. ആ ജീവൻ എങ്ങനെയിരിക്കും? ആ ശരീരം എങ്ങനെയിരിക്കും? ക്രിസ്തുവിന്റെ ഉത്തിപ്പ ശരീരം നോക്കുക. അവന് ശരീരമുണ്ട്. അവൻ പറഞ്ഞു ഇത് പ്രേതമൊന്നുമല്ല, തൊട്ടു നോക്കൂ. സ്ത്രീകൾ അവനെ കെട്ടിപ്പിടിച്ചു, ഉത്തിതനായ കർത്താവിനെ. മത്തായി 28:9-10. മക്തൽ മറിയം അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. തോമസ് അവനെ സ്പർശിച്ചു. അപ്പോ കർത്താവിന് ശരീരമുണ്ട്. പക്ഷേ ജനനം വാതിലൊക്കെ അടച്ചാലും അവന് കടക്കാം. അവൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടോ അവർക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ അവന് ശരീരമുണ്ട്, അവൻ പ്രേതമല്ല. പക്ഷേ ഭൗതിക ശരീരത്തിന്റെ പരിമിതികളെ മറികടന്നൊരു ശരീരം. അങ്ങനെ പുതിയ ശരീരവും രൂപാന്തരപ്പെട്ട ശരീരവും, ജീവദായകനായ ആത്മാവെന്ന് പറഞ്ഞ അതാണ് അർത്ഥം. രൂപാന്തരപ്പെട്ട ജീവനും പുതിയ ജനുസിലുള്ള ജീവനും, ഇത് ഉത്ഥാനത്തിലൂടെ അവൻ സംഭവിച്ചത് മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രതീകാത്മക അർത്ഥത്തിലോ ആലങ്കാരിക അർത്ഥത്തിലോ അല്ല മാംസം ഭക്ഷിക്കുന്ന കർത്താവ് പറയണേ. എന്നെ പരിഹസിക്കൂ, എന്നെ മാംസം കൊത്തിപ്പറിച്ച് എന്നെ കൊല്ലൂ എന്നൊന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ശരിക്കും അവനുമായിട്ട് ഒന്നാകണമെന്നാണ്. അങ്ങനെ നമ്മുടെ മാംസത്തിന്റെ മാംസവും രക്തത്തിന്റെ രക്തവുമാകാൻ അവൻ മാംസവും രക്തവുമാകുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, തിരുവുത്ഥാനത്തിലൂടെ രൂപാന്തരം എന്ന മാംസവും രക്തവും എന്ന് വെച്ചാൽ കർത്താവ് തന്നെയാണത്. പക്ഷെ തിരുവുത്ഥാനത്തിലൂടെ കടന്നുപോയ കർത്താവാണെന്ന് മാത്രം. അപ്പൊ വീണ്ടും ഒരു ചോദ്യം വരും. ഞാൻ പറഞ്ഞു, ക്രിസ്തു നാളിൽ നിന്ന് ക്രിസ്തുവിന്റെ വാക്കുകൾ ഉച്ചരിച്ച് പരിശുദ്ധ റൂഹായി ഇറക്കിക്കൊണ്ടുവന്ന് പരിശുദ്ധ ആത്മാവിനെ, ജീവദായകനായ ആത്മാവിനെ സത്യവിശ്വാസികൾ കൊടുക്കാൻ വേണ്ടിയാണ് വൈദികര്. അപ്പോ ഹെബ്രായ ലേഖനം 7:24 പറഞ്ഞിട്ട് ഈ പറഞ്ഞ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളൊക്കെ പറയും യേശുവിന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ പറയും. ഒന്നാമത്തിലെ കൈമാറ്റം എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? ഇവനോ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത് എന്നാണ്. കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് പെന്തക്കോസ്തക്കാരുടെ വ്യാഖ്യാന. ഇവനോ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം, കൈമാറാത്തതല്ല, മാറാത്തത്. അങ്ങനെയാണ് ബൈബിളിൽ കിടക്കണേ. ഇനിയിപ്പോ ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും നമുക്ക് വാദത്തിനുണ്ട് അംഗീകരിച്ചാൽ പോലും തെറ്റില്ല. കൈമാറ്റം ചെയ്യപ്പെടാത്ത പൗരോഹിത്യമാണ് ക്രിസ്തു പ്രാപിച്ചിരിക്കുന്നത്. പ്രാപിക്കുക എന്ന് വെച്ചാല് അവന്റെ മനുഷ്യാവതാരത്തിലൂടെയും മരണത്തിലൂടെയും തിരുവുത്ഥാനത്തിലും കിട്ടിയത്, ദൈവപിതാവിൽ നിന്ന് കിട്ടിയതാണ് പൗരോഹിത്യം. ക്രിസ്തു പൗരോഹിത്യം പ്രാപിക്കുകയായിരുന്നു. അത് മാറാത്ത പൗരോഹിത്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന പൗരോഹിത്യമാണ്. കത്തോലിക്ക സഭ എന്താ പഠിപ്പിക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധനം 15:45 പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ ഒന്ന് എടുത്ത് വായിക്കൂ, കത്തോലിക്കരും വായിക്കൂ. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. തോമസ് അക്വീനാസ് വാക്കിലെടുത്തിട്ട് പറയുന്ന ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്.
ഒറ്റ പുരോഹിതനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. പിന്നെ നാം വൈദികരെന്ന് വിളിക്കുന്ന, പുരോഹിതരെന്ന് വിളിക്കുന്നത് അവരെല്ലാം ശുശ്രൂഷകരാണ്. അതുകൊണ്ടാണ് എന്റെ പൗരോഹിത്യത്തെ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുക. വെറും പുരോഹിതനല്ല ഞാൻ, ശുശ്രൂഷ പുരോഹിതനാണ്. ക്രിസ്തു എന്ന ആളിൽ നിൽക്കാൻ വേണ്ടി, ക്രിസ്തു എന്ന ആളിന് വേണ്ടി അവന്റെ വാക്കുകൾ ഉച്ചരിക്കാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത് അവനിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഒറ്റ പുരോഹിതനേ ഉള്ളൂ കത്തോലിക്ക സഭയിൽ, അത് ക്രിസ്തുവാണ്. ഒരൊറ്റ പുരോഹിതൻ, അവന്റെ പൗരോഹിത്യം മാറാത്ത പൗരോഹിത്യമാണ്. പക്ഷേ അവന് വേണ്ടി അവനിൽ നിന്ന്, അവനാകുന്ന ആളിൽ നിന്ന് അവന് വേണ്ടി അവന്റെ വാക്ക് ഉച്ചരിക്കണം. അതിന് അവൻ തെരഞ്ഞെടുത്തതാണ് ഈ ശുശ്രൂഷകരെ. ഇതൊട്ടും എളുപ്പമല്ല, ഒരു വൈദികന് ഇതൊട്ടും എളുപ്പമല്ല. അതുകൊണ്ട് ബലിപീഠത്തിലേക്ക് കയറി ചെന്നിട്ട്, ഈ സീറോ മലബാർ സഭയിലാണെങ്കിൽ പല പ്രാവശ്യം കൂശാപ്പ പ്രാർത്ഥനയുണ്ട്. എല്ലാ കൂശാപ്പ പ്രാർത്ഥനയും പൊതു സെൻസ് ഒന്നാണെങ്കിൽ ഞാനത് മൂന്നാമത്തെ കൂശാപ്പ പ്രാർത്ഥന ഒന്ന് പറയാം. എനിക്ക് ദുരിതം, അയ്യോ എനിക്ക് കഷ്ടം. ആ പ്രാർത്ഥന അച്ഛൻ ബലിപീഠത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കൂശാപ്പ എന്ന് വെച്ചാൽ രഹസ്യ പ്രാർത്ഥന. അതായത് ബേമയിൽ നിന്നും ബലിപീഠത്തിലേക്ക് കയറുമ്പോൾ വൈദികൻ ചൊല്ലുകയാണ്, എനിക്ക് ദുരിതം, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു. കാരണം അധരങ്ങൾ അശുദ്ധമാണ്, അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യ ഞാൻ വസിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ രാജാവിന് എന്റെ നയനങ്ങൾ ദർശിച്ചു കഴിഞ്ഞു. കർത്താവിന് ഇന്ന് ഞാൻ അഭിമുഖം കണ്ട ഈ സ്ഥലം എത്ര ഭീതിജനകം. ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. അച്ഛനാകെ അങ്കലാപ്പ്, അസ്വസ്ഥത, അയ്യോ എനിക്ക് കഷ്ടം, എനിക്ക് ദുരിതം. അച്ഛൻ ബലിപീഠത്തിൽ ചെന്നിട്ട് അങ്ങനെ അവിടെ നിൽക്കാൻ, ബലിപീഠത്തിൽ നിൽക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഈ കൂശാപ്പ പ്രാർത്ഥന ഇല്ലേ, രഹസ്യ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവിടെ നിൽക്കാനായിട്ട് പേടിച്ചിട്ടാണ് തിരിഞ്ഞ് ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്കുകൾ വഴിയല്ല, കരങ്ങൾ വഴി. നമ്മുടെ അച്ഛന്മാർ പലരും വിചാരിക്കുന്നത് വാക്കുകൾ കൊണ്ടാണെന്നാ. അല്ല, കരങ്ങൾ വഴി. ലത്തീൻ സഭയിൽ അങ്ങനെ തന്നെയാ. ആംബോ എന്ന് പറയുന്ന ബേമയിൽ നിന്ന് ബലിപീഠത്തിൽ എത്തിയിട്ട് ബലിവസ്തുക്കള് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് വൈദികൻ പറയുന്നതാണ്, സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനായ ദൈവം കൈക്കൊള്ളുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സഹോദരൻ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനായ ദൈവം കൈക്കൊള്ളുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറുപടി എന്താണ്? ജനങ്ങള് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനും നമ്മുടെയും വിശുദ്ധ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് ഈ ബലി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലത്തീൻ സഭയിലും പറയുന്നത് കരങ്ങളിൽ നിന്ന്, വായിൽ നിന്നല്ല, കരങ്ങളിൽ നിന്ന്. അപ്പൊ എന്താണ് ഈ കരങ്ങള്? നിങ്ങൾക്ക് സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന് പറയുന്ന ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകത്തിനകത്ത് കരങ്ങൾ വഴി, ആ കരങ്ങളെ കുറിച്ച് ഒരു വലിയ ധ്യാനം തന്നെയുണ്ട്. നിങ്ങൾക്കത് അത് വായിക്കാം. ആരാണ് പുരോഹിതൻ? വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കൽ തന്റെ ഇടവക്കാരോട് ചോദിച്ചു, ആഴ്സിലെ ഇടവക്കാരോട് ചോദിച്ചു, ആരാണ് പുരോഹിതൻ? എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, പുരോഹിതൻ ഒരു മനുഷ്യനാണ്, പക്ഷേ ആ മനുഷ്യനെ ദൈവം അനുസരിക്കുന്നു. ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ. നിങ്ങൾ 100 പ്രാവശ്യം ഇത് കേൾക്കണേ. ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ. എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം? ഈ യേശു എന്ന ആളിൽ നിൽക്കുകയാണ് വൈദികൻ. എന്നിട്ട് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി. ഈ യോഹന്നാൻ 17:1 ഈശോ പിതാവിങ്കലേക്ക് സ്വർഗത്തിൽ കണ്ണുകൾ ഉയർത്തി. നമ്മുടെ മൽപ്പാനച്ചൻ സ്വർഗം താഴെയല്ല, മുകളിലല്ല, ഇടത്തുമല്ല, വലത്തുമല്ല, അതുകൊണ്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തേണ്ടതൊക്കെ പറയുണ്ടായി. അതൊക്കെ യേശുവിന്റെ പ്രബോധനത്തിന് വിരുദ്ധമാണ്. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നാണ് യോഹന്നാൻ 17:1 എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ വൈദികൻ, യേശു എന്ന ആളിൽ നിൽക്കുന്ന വൈദികൻ സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തിയിട്ട് പിതാവേ, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ, നിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവൻ അയക്കൂ എന്ന് പറയുമ്പോൾ, അയക്കാമെന്ന് ദൈവപിതാവ് വാക്ക് നൽകിയിട്ടുണ്ട്. ആ വാക്ക് നിറവേറുകയാണ്. അവൻ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവൻ അയക്കുകയാണ്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ, ഈ കർത്താവിന്റെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവിനോട് നിന്റെ പരിശുദ്ധാത്മാവിനെ കരങ്ങളിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് അത് കേൾക്കണം, കർത്താവ് അത് അനുസരിക്കണം. എങ്ങനെ പറയുന്നത് ദൈവത്തോട്? ഇതാണ് അച്ഛനെ വല്ലാതെ കുഴയ്ക്കുന്നത്. എന്റെ കരങ്ങളിലേക്ക് അവൻ പരിശുദ്ധാത്മാവിനെ അയക്കുക, എന്നിട്ട് ഞാൻ ഈ തിരുരഹസ്യങ്ങളുടെ മുകളിൽ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും വീഴുക, എന്നിട്ട് അതിനെ അവന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുക. ഇത് പറയാൻ അച്ഛനെ പേടിച്ചിട്ടാണ്. അയ്യോ എനിക്ക് ദുരിതം, എനിക്ക് കഷ്ടം, അയ്യോ എനിക്ക് ദുരിതം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കി, എന്റെ കരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നത്. അച്ഛനാകെ വെപ്രാളം കൂട്ടുകയാണ്. കാരണം അവിടെ നിൽക്കൽ എളുപ്പമല്ല.
ബലിപീഠത്തിൽ നിൽക്കൽ എളുപ്പമല്ല. ഇങ്ങനെ ബാമയിൽ നിന്ന് ബലിപീഠത്തിലേക്ക് കയറിപ്പോകാത്ത ഒരേയൊരു രൂപത എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. ഇങ്ങനെ ബാമയിൽ നിന്ന് ബലിപീഠത്തിലേക്ക് കയറിപ്പോകാത്ത ലോകത്തെ ഏക രൂപത എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. കാരണം എന്താണ്? അത് കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു രൂപതയല്ല, ഏകം സ്വതന്ത്ര സഭയുടെ രൂപതയാണ്. പിന്നെ ഇപ്പൊ അവർക്കൊരു ആശ്വാസമുണ്ട്. അവരുടെ കൂടെ ഇപ്പൊ കുറച്ച് മെത്രാന്മാരുണ്ട്. ചില കത്തോലിക്ക മെത്രാന്മാരെ ചാക്കിട്ട് പിടിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. മത തീവ്രവാദികളോട് കൂട്ടുകൂടി കത്തോലിക്ക സഭയെ ഒറ്റിക്കൊടുത്ത സീറോ മലബാർ സഭയെ ഒറ്റിക്കൊടുത്ത് പത്രസമ്മേളനം വിളിച്ച് കത്തോലിക്ക മെത്രാന്മാർക്കെതിരെ ഇല്ലേ എത്ര സംസാരിച്ചാലും അവർക്കെതിരെ വാ തുറക്കാത്തവര് സഭയുടെ കൂടെ നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്താൻ വാ തുറക്കുന്നു. അപ്പൊ കാള വാല് പൊക്കുമ്പോൾ എന്തിനാ നമുക്കറിയാലോ അല്ലേ? മത തീവ്രവാദികളോട് കൂട്ടുകൂടി കത്തോലിക്ക മെത്രാന്മാരെയും കത്തോലിക്ക സഭയെയും സീറോ മലബാർ സഭയും ഒറ്റിക്കൊടുത്തവര് പത്രസമ്മേളനം വിളിച്ചപ്പോ ഒരക്ഷരം പോലും പറയാനായിട്ട് മടിക്കാത്തവര്, അല്ല ഒരക്ഷരം പോലും പറയാൻ വാ തുറക്കാത്തവര് ഈ ഏകം സ്വതന്ത്ര സഭയുടെ കൂടെ പോകരുത് എന്ന് പറയുന്നവരോട് അവരെ ഭീഷണിപ്പെടുത്താനും അവർക്കെതിരെ കേസ് കൊടുക്കാനും വാ തുറക്കുന്നു. ഇത് നമ്മുടെ കൺവെട്ടത്ത് നമ്മൾ കാണുകയാണ്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും നമ്മുടെ മെത്രാന്മാർ വിശുദ്ധീകരണക്കുറിപ്പ് എഴുതേണ്ടി വരികയാണ്. കാരണം എന്താ? അവർ ചെയ്യുന്നത് തീർത്തും അത്ര അങ്ങോട്ട് ശരിയല്ല. കത്തോലിക്ക സഭയുടെയോ സീറോ മലബാർ സഭയുടെയോ ചൈതന്യത്തിൽ ചേരുന്നതല്ല. ഇത് ജനങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് എല്ലാ ദിവസം എന്നതുപോലെ വിശദീകരണക്കുറിപ്പ് എഴുതിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ആരാണ് ശരിക്കും ദുർബലരാകുന്നത്? നേതൃത്വമാണ്. ഒരു നിലയ്ക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ? ജനങ്ങൾ ലിറ്റർജിയെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചൊക്കെ വലിയ ബോധവാന്മാരായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തോന്നിയാസൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അതെനിക്ക് വലിയ സന്തോഷം നൽകുന്നു. ഏതായാലും ഈ ഇങ്ങനെ ഏകം സ്വതന്ത്ര സഭക്കാര് ബാമയിടില്ല, ബാമയിൽ നിന്ന് ബലിപീഠത്തിൽ കയറില്ല. അവർക്കിങ്ങനെ അയ്യോ ആ കഷ്ടമെന്ന് അവർക്ക് തോന്നണില്ല, അയ്യോ എനിക്ക് ദുരിതമെന്ന് തോന്നുന്നില്ല. കാരണം എന്താണ്? അവര് ഈ അശുദ്ധമായ അധരങ്ങളൊക്കെ ഉള്ളവരും ആണെങ്കിലും അവര് ബലവാനും കർത്താവുമാരായവരെ കാണുന്നില്ല. അവരെ കണ്ണുകളെ കർത്താവിനെ കാണുന്നില്ല. കർത്താവിന്റെ അഭിമുഖമില്ല. കാരണം എന്താണ്? ജനാഭിമുഖമാണ്. കർത്താവിനെ അഭിമുഖം നിന്നാലല്ലേ ഇവർക്ക് പേടിയുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നൊക്കെ അവർക്കത് വലിയ പ്രശ്നമുള്ള സംഗതിയല്ല. ഈ ബാമയിൽ നിന്ന് ബലിപീഠത്തിൽ കയറിയാലാണ് ഇതൊക്കെ ഉണ്ടാകുക. അതൊന്നും അവർക്ക് തോന്നണേയില്ല. സ്വർഗത്തിലേക്ക് കയറുന്ന ആ പ്രതീതി ഉണ്ടായാലല്ലേ നമുക്കൊരു ഒരു 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 പേടി തോന്നുക. ദൈവത്തെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആദരവോടുകൂടിയ അല്ലെങ്കിൽ ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന പേടി അതൊന്നുമില്ല. എനിക്ക് ദുരിതം, അയ്യോ എനിക്ക് കഷ്ടം എന്നൊക്കെ നമ്മുടെ തക്സയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവർ ചൊല്ലുന്നുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ബാമയിൽ നിന്ന് ബലിപീഠത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളാണ് അതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ലത്തീൻ സഭയിലുണ്ട്, സീറോ മലബാർ സഭയിലുണ്ട്, മറ്റു സഭകളിലൊക്കെ ഉണ്ട്. പക്ഷേ എറണാകുളം അങ്കമാലി എന്ന ഏകം സ്വതന്ത്ര സഭയിൽ ഇല്ല. അവർക്ക് കൊടപിടിക്കാനായിട്ട് കുറച്ച് കത്തോലിക്ക മെത്രാന്മാർ കിട്ടി എന്നുള്ളവർക്ക് ഒരു ആശ്വാസമായിട്ട് അവർ നിൽക്കുന്നു. അവരുടെ മാനസാന്തരമായിരിക്കട്ടെ ഇന്ന് വൈകിട്ട് നാം ചൊല്ലുന്ന റംശ. കാരണം ഇന്ന് റംശ നമസ്കാരത്തോടെ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്, സൗമാർ അമ്പയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ റംശ ചൊല്ലുന്നത്, അതോടുകൂടി നോമ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ഏകം സ്വന്തം സഭയും അവർ കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നാളത്തെ ചാക്കൊടുക്കലും ചാരം പൂശലും കരിക്കുറി കുരിശുവര പെരുന്നാൾ എന്നൊക്കെ പറയല്ലോ, നിർമ്മല തിങ്കളെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതെല്ലാം പിന്നെ ഉപവാസമാണ് നമുക്ക് നാളെ. അതെല്ലാം ഇക്കൂട്ടരുടെ ഈ ഏകം സ്വന്തം സഭയുടെയും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കത്തോലിക്കരാണെങ്കിലും ഈ ഏകം സ്വന്തം സഭയുടെ കൂടെ നിൽക്കുന്ന അക്കൂട്ടരുടെയും മാനസാന്തരത്തിന് വേണ്ടി ആയിരിക്കട്ടെ. അപ്പോൾ നമുക്കും ഈ കുർബാന അർപ്പിക്കാനായിട്ട് ഇവരുടെ മാനസാന്തരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു യോഗ്യത അല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനൊരു ഒരു അടുപ്പമുണ്ടാകും കർത്താവുമായിട്ട്. കാരണം കർത്താവിന്റെ പ്രാർത്ഥനയോട് ചേർത്താണ് നമ്മുടെ പ്രാർത്ഥന വെക്കുന്നത്. പിതാവേ, അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ, അവരോട് ക്ഷമിക്കണമേ. കർത്താവിന്റെ ഈ പ്രാർത്ഥനയോട് ചേർത്ത് നമുക്ക് നമ്മുടെ ഇന്നത്തെ റംശ പ്രാർത്ഥനയും നാളത്തെ ചാരം പൂശലും ചാക്കുടുക്കലും പിന്നെ ഉപവാസവും ഒക്കെ കാഴ്ചവെക്കാം. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ വിലാപം കേൾക്കും. അങ്ങനെ ഈ നാളത്തെ നിർമ്മല തിങ്കള് ശരിക്കും നിർമ്മലമായി തീരും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.